ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. നല്ല മഴയായിരുന്നു ഇവിടെ, മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേഗം നമ്മുടെ പൊതിച്ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. വാഴയിലേക്ക് പറിക്കാൻ പോകണം. ഒരു കാലം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒന്നാണ് പൊതിച്ചോറ്, ചട്ടിച്ചോറൊക്കെ. ഞാൻ ചട്ടിച്ചോറൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നെപ്പോലെയുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അമ്മ നേരത്തെ തന്നെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ഞാൻ പറഞ്ഞു തക്കാളി, മുരിങ്ങക്കായ, വെണ്ടയ്ക്കൊക്കെ എനിക്ക് മാറ്റി വെച്ചേക്ക്, അതൊക്കെ ഞാൻ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അതുപോലെ തന്നെ എനിക്ക് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കും മുരിങ്ങക്കായും മുറിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു സുഖമാണ് അത് മുറിക്കുമ്പം തന്നെ. സവാള മുറിക്കാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും മടി. സവാള തൊടുമ്പം തന്നെ എൻ്റെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങും. ചിലപ്പോൾ അപ്പുറത്തുള്ള ഇരിക്കുന്ന ആൾക്കാർ മുറിക്കുമ്പോൾ വരെ ഞാനായിരിക്കും കരയുന്നുണ്ടാവുക, അവർ കരയുന്നുണ്ടാവില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് എനിക്ക് സവാള മുറിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സവാള മുറിക്കാനേ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ നേരത്തെ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മേനോട് ചോദിക്കുകയാണ് സാമ്പാറിന് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്. കാരണം ഓരോ കറിക്കും ഓരോ രീതിയിലാണല്ലോ കട്ട് ചെയ്യുക. അപ്പൊ അതൊക്കെ ചോദിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാർ വെക്കാൻ തുടങ്ങുവാണ്. പരിപ്പ് നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സവാളയൊന്നും ചേർത്ത് കൊടുക്കാറില്ല, നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കാറുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് നമ്മൾ ഒരു വിസിലടുപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ മഞ്ഞപ്പരിപ്പാണ് സാമ്പാറിന് ഉപയോഗിക്കാറുള്ളത്. ഈ ഒരു പരിപ്പ് ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, കോവയ്ക്ക, മുരിങ്ങക്കായ, പച്ചക്കായ, പിന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെന്താ, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നെ അത് കൂടുതലായി പോകും. അപ്പം ഇത് വേഗം വേവിച്ചെടുക്കാം. രണ്ട് വിസിലടുപ്പിച്ച് നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കഷ്ണങ്ങൾക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്തായാലും ഉപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്ക് വെണ്ടയ്ക്കും തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. കഴിക്കാനായിട്ട് നമുക്ക് കഷ്ണങ്ങളൊന്നും കാണാൻ പറ്റില്ല. ചിലവരൊക്കെ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. നമ്മളും ചില സമയമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യം എത്രയാണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ അത് ഇളക്കി യോജിപ്പിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നന്നായി തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ട തേങ്ങയാണ്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം മാത്രം മതിയാവും. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കണം എന്നില്ല, കാരണം നമുക്ക് ഇനി തേങ്ങ വഴറ്റിയെടുക്കേണ്ടതാണ്. ആ ഒരു സമയം കൊണ്ട് എന്തായാലും ആ ഒരു സവാളയും നല്ല രീതിയിൽ തന്നെ വഴണ്ടി വന്നോളും. ചെറുതാക്കി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കുറച്ചധികം നേരം തന്നെ വഴറ്റിയെടുക്കണം, കാരണം തേങ്ങ വേഗം അടുക്ക് പിടിക്കും, അതായത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കുക. നല്ലൊരു ഗോൾഡൻ, ഒരു ബ്ലാക്ക് കളർ പോലെ ആവണം, കരിയാൻ പാടില്ല. കാണുമ്പോൾ കുറച്ച് ബ്ലാക്ക് കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറിന് നല്ല ആ ഒരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടുള്ളൂ. തേങ്ങ എത്രത്തോളം ആവുന്നുണ്ടോ ആ ഒരു രീതിയിൽ തന്നെയാണ് സാമ്പാറിന്റെ ടേസ്റ്റും വരുന്നത്. തേങ്ങ
തേങ്ങ നല്ലോണം ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഓരോ പൊടികളും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് ഇളക്കി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. കാരണം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും നല്ല ചൂടുണ്ടാവും. ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിക്കോളും. ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു തേങ്ങ നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് അരച്ചു കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് അത് അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞും കിട്ടണം. എങ്കിൽ മാത്രമേ ആ ഒരു സാമ്പാറിന്റെ ടേസ്റ്റ് അതുപോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് അത് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നപ്പോഴേക്കും ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ വെന്തും വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളമാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളക്കണം എന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. കാരണം തേങ്ങയൊക്കെ വെന്തതാണ് വറുത്തപ്പോൾ, അതുപോലെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാമ്പാർ പൊടിയാലും കുഴപ്പമില്ല. അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. കാരണം ചെറിയൊരു വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ അത് വേഗം തന്നെ തുടങ്ങാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവ് കാര്യങ്ങളാണ് റെഡിയാക്കേണ്ടത്. പിന്നെ ഞാനിപ്പം പോയിട്ട് മീൻ എടുത്തിട്ട് വന്നു. നമ്മൾ ഇന്നലെ റിപ്പർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൂത്തയുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നു. അപ്പോഴത്തേക്കാണ് പെരും മഴ വന്നത്. മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം വാഴയില പറിക്കണം. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ വാഴയില പറിക്കാൻ പറ്റൂല. നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള ചേമ്പിന്റെ തൈയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൈ നമുക്ക് മുറിച്ചെടുക്കാം ഓലം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിന്റെ ബാക്കിൽ ആദ്യമൊക്കെ കുറേ ചേമ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നട്ടിട്ടില്ല. പന്നിയൊക്കെ പൊരിച്ച് കളയുന്നതുകൊണ്ട് നമ്മൾ നട്ടിട്ടില്ല. ഇതിപ്പോൾ ഇതിന്റെ വിത്ത് വീണ് ഇവിടെ തന്നെ ആയതാണ്. അപ്പൊ ഇതിന്റെ കൈ നമുക്ക് മുറിച്ചെടുക്കാം. ചേമ്പിന്റെ കൈ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ മേലെ ഭാഗത്തുനിന്ന് ഇതുപോലെ പിടിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ നമുക്ക് ഇതിന്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു വരുന്നതായിരിക്കും. കണ്ടോ? സിമ്പിൾ പണിയാണ്. നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന പണികൾ മാത്രം ഏറ്റെടുക്കാം. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓലന് വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നത് ചേമ്പിന്റെ കൈ ഓലനാണ്. ഫസ്റ്റ് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ ഞാൻ കുറച്ച് മാറി നിൽക്കാം. ഇതാണ് പടക്കശാലക്ക് തീപിടിച്ച അവസ്ഥ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. കടുക് പൊട്ടിക്കുന്നുണ്ടെങ്കിലും കുക്കർ വിസിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ദൂരെ മാറി നിൽക്കും. കടുകൊക്കെ പൊട്ടി സെറ്റ് ആയതിനു ശേഷം ഞാൻ അതിന്റെ അടുത്തേക്ക് ചെല്ലാറുള്ളൂ. അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഓലന് വറ്റൽ മുളക് ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയറിനൊക്കെ ചേർക്കുന്ന ഇഷ്ടമാണ്. അതിന്റെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേമ്പിന്റെ കൈയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേഗം വെന്ത് കിട്ടും.
ചേമ്പിന്റെ കൈ ഇട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. അത്രയും വേഗം വേകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാരറ്റ് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബീൻസ് വറവും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ വീഡിയോ നമ്മൾ അത്ര എടുത്തിട്ടില്ല. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സെയിം ആയിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാരറ്റ് വറവ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലും നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തുള്ള നമ്മുടെ ചേമ്പിന്റെ കൈ ഓലയിലേക്കും നമ്മൾ തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒക്കെ നല്ലോണം വെന്ത് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു വെള്ളം വറ്റുന്നവരെ മാത്രം വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. ഈ ഒരു മീനിനെയാണ് ഞാൻ റിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അമ്മേനോട് ഞാൻ ഇന്നലെ തന്നെ അയല വാങ്ങിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വലിയ അയല. പക്ഷെ ഈ ഒരു സീസണിൽ കുഞ്ഞു അയലയും അതുപോലെ കുഞ്ഞു മത്തിയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അമ്മ കുറച്ച് വലിയ മീൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് മീനിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പച്ചക്കറിയൊക്കെ കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്കാണെങ്കിൽ മീൻ എന്തായാലും വേണം. പിന്നെ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ മീനും മുട്ടി എന്തായാലും മസ്റ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഉണ്ടല്ലേ വാഴയില വെച്ചു. നമ്മൾ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് സാമ്പാറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീൻസിന്റെ വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലേക്ക് ക്യാരറ്റ് വറവാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമ്മുടെ ചേമ്പിന്റെ കൈ ഓലൻ വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. ഇനി അടുത്തത് മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും കൂടെ വെച്ചിട്ട് നമ്മുടെ ഇല നമ്മൾ കെട്ടാൻ പോവാണ്.
ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ പൊതിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും. അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പൊതിച്ചോറ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല വാഴയിലയുടെ സ്മെല്ലാണ് കേട്ടോ. കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയൊന്നും നമുക്കെല്ലാം എടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പൊതിച്ചോറൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി. അതിന് ശേഷം വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് ലാസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പൊതിച്ചോറൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു പൊതിച്ചോറ് എനിക്ക് കഴിക്കണം എന്ന് തോന്നിയത് 2-3 ദിവസം മുന്നേ ആയിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേളി മാണിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ പേളി മാണി കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയായി. കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നല്ലാതെ പൊതിച്ചോറായിട്ട് കെട്ടിവെച്ചിട്ട് നമ്മളങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. പുറത്തേക്ക് പോകുമ്പോഴായാലും നമ്മൾ ഫുഡൊന്നും എടുക്കാറില്ല. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോട്ടലിലേക്ക് പോകാമല്ലോ, നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നുള്ള വിചാരത്തിൽ പോവുകയും ചെയ്യും. നമ്മൾ ഇതുവരെ ഇങ്ങനെ ആക്കി നോക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഇന്ന് സൺഡേ ആയിരുന്നു, അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം എന്താ അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണമെന്നില്ല. നമുക്കൊരു 2-3 ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെ പൊതിച്ചോറുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീടിൻ്റെ ഹോം ടൂറ്. ഈ ഒരു വീട് അമ്മ ജനിച്ച് വളർന്ന വീടാണ്. അപ്പം ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഹോം ടൂറും കൂടി ഇന്ന് എടുക്കാമെന്ന്. കാരണം അമ്മയ്ക്ക് ഇന്ന് ലീവാണല്ലോ, അമ്മയിന്ന് വീഡിയോ എടുത്തു തരുമല്ലോ. അപ്പോൾ ആ ഒരു വിചാരത്തിലായിരുന്നു ഞാൻ ഈ ഒരു പൊതിച്ചോറൊക്കെ കഴിച്ച് ഹോം ടൂറും കൂടി ചെയ്തിട്ട് കിടക്കാനായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, കഴിച്ച ഉടനെ തന്നെ നല്ല ക്ഷീണമായിരുന്നു, ഉറങ്ങിപ്പോയി. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ ഉറങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തൊട്ടേ മഴയായിരുന്നു. ഞാൻ വെച്ച് ഇന്ന് വാഴയിലൊന്നും പറിക്കാൻ പോകാൻ കഴിയില്ലെന്നാണ് വിചാരിച്ചത്. അത്രക്കും മഴയായിരുന്നു. എന്താണെന്നറിയില്ല, 2 ദിവസം നല്ല വെയിലായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.